ഹലോ, വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനായ ഇൻഷോട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ എവിടെ നിന്ന് കിട്ടും, അതുപോലെ തന്നെ വീഡിയോസ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, പിന്നെ എങ്ങനെ ട്രിം ചെയ്യാം, അതുപോലെ ടെക്സ്റ്റ് എങ്ങനെ കൊണ്ടുവരാം, പിന്നെ നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകുമ്പോൾ എഡിറ്റിംഗ് ചെയ്ത് എങ്ങനെ മാറ്റാം, ഇൻഷോട്ടിൻ്റെ ലോഗോ എങ്ങനെ മാറ്റാം, അതുപോലെ ടൈമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇന്നിനി നോക്കാൻ പോകുന്നത് വീഡിയോസിൽ എങ്ങനെ മ്യൂസിക് കൊണ്ടുവരാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടുവരാം, അല്ലെങ്കിൽ വോയിസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, ഇതുപോലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. കൂടാതെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഇവിടെ ഒരുപാട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് ക്രോപ്പ് ചെയ്യാം, കട്ടൊക്കെ ചെയ്യാം. താഴെ പല രീതിയിലുള്ള സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആ രീതിയിൽ നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്ത് കിട്ടും. ഇനി നിങ്ങൾ ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഓർക്കുന്നത് നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പ്ലസ് മാർക്കുണ്ട്, അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ മ്യൂസിക് എങ്ങനെയാണെന്നാണ്, അവിടെ ഒരു മ്യൂസിക്കിൻ്റെ ലോഗോ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇതുപോലെ റെക്കോർഡ്, എഫക്റ്റ്, മ്യൂസിക്കൊക്കെ കാണും. അതിൽ റെക്കോർഡ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാം. ഈ 3 എന്ന് എഴുതിയേക്കുന്നത് കണ്ടില്ലേ, അത് 3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ കാണും, അല്ലെങ്കിൽ കുറച്ച് കട്ട് ചെയ്യാനാണെങ്കിൽ അത് അവിടെ തന്നെ കാണും. അത് കഴിഞ്ഞ് ടിക്ക് മാർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ മ്യൂസിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മൈ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്സ് കിട്ടും. ഫീച്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ട്യൂണുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മ്യൂസിക് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം. അതായത് നമ്മൾ വോയിസ് റെക്കോർഡ് കൊടുക്കുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ മ്യൂസിക്കിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുത്ത് സൗണ്ട് കുറച്ചിട്ടിട്ട് വോയിസ് കൊടുക്കുന്നതിൻ്റെ സൗണ്ട് കൂട്ടിയിടാം. അങ്ങനെ മ്യൂസിക്സിലും എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. റെക്കോർഡ് ചെയ്യുന്നത് ഇതുപോലെ ഏത് വീഡിയോയുടെ ഏത് പോർഷനിൽ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റെക്കോർഡ് ചെയ്യുന്നതിലും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഇടുമ്പോഴും നിങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് ഏത് രീതിയിൽ വോയിസിൻ്റെ സൗണ്ട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് മുകളിൽ ടിക്ക് എടുത്ത് എക്സ്പോർട്ട് കാണും. എക്സ്പോർട്ടിലെ ഏത് ക്വാളിറ്റി വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആഡ് ചിലപ്പോൾ വരും. അത് കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിലാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും.